സത്യം പറഞ്ഞ കിതച്ചിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അമ്മേ, അത് ടോപ്പ് കയറാനുള്ള. അവിടെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഗൈസ്, ഒരു കിടിലം വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടിംഗ് വ്യൂ എന്ന് പറയുന്നത് അതിരാവിലെ 6 മണിക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ ഞങ്ങൾ വരുന്ന വഴി ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്നും നല്ല വടയും 2 ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. 4 വടയും 2 ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഏകദേശം തൊട്ടൊരു 14 കിലോമീറ്റർ ഇപ്പുറം നന്മണ്ട അല്ലേ, ഇത് നന്മണ്ട എന്ന സ്ഥലത്ത് പൂക്കുന്നുമല എന്ന് പറഞ്ഞിട്ടുള്ള, ഇതിന് സത്യം പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് പേരുകളാണ് പല ആൾക്കാരും വിളിക്കുന്നത്. പൊൻകുന്നുമല, പൂക്കുന്നുമല, പൊക്കുന്നുമല, അങ്ങനെ 3 പേരിലാണ് ഈ മല അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഒരു കിടിലൻ ട്രക്കിംഗ് പരിപാടി പോവാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ കയറുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഫസ്റ്റ് ഒരു മരമുണ്ട്. ഇവിടെ തറയിൽ ഇരിക്കരുതെന്നോ കയറരുതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഒരു കമ്പി സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ സിമ്പിളായിട്ട് കയറിപ്പോവാം, അത് വേറെ വിഷയം. പിന്നെ ഇത്രയും പേര് ഇവിടെ തൽക്കാലം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൂടെയാണ് കയറി പോകേണ്ടത് സുഹൃത്തുക്കളെ. സോ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് 2 റോഡ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇവിടെ പൊൻകുന്ന് മല എന്ന് പറഞ്ഞിട്ട് 3 ലാംഗ്വേജിൽ, കന്നഡ, തമിഴ്, മലയാളത്തിൽ എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് കാണാം. ആ ബോർഡിൽ ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്. ബട്ട് അതിൽ പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ അടുത്തൊരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടൊക്കെ എന്താ പറയുക, എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ വൈബുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ഇനി അതല്ല, എൻ്റെ അമ്മേ, ഞാനിത് ഇത്ര ദൂരം കയറിയുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എൻട്രി ഫീ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് റൈറ്റ് എടുത്ത് കുറച്ചിങ്ങനെ റോഡ് വഴി നേരെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഓക്കെ, ഈ ഒരു ചെറിയ ദൂരം കയറിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ പറഞ്ഞുതരാം. ഇത്ര ചെറിയ ദൂരം കയറിയപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വ്യൂ. ചെറിയ രീതിയിൽ കോട മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, മേലോട്ട് കയറല്ലേ? ഏകദേശം എത്ര കയറാനുണ്ടാവും ഇവിടെ? അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. എന്താ ഈയൊക്കെ ഇവിടുത്തെ സ്ഥിരം കുറ്റിയല്ലേ? ഞാൻ മിക്കവാറും മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും കിതച്ച് പണ്ടാരടങ്ങുന്ന എനിക്ക് തോന്നുന്നു. അമ്മേ, അത് ടോപ്പ് കയറാനുള്ള. ഓ ഗൈസ്, ഇത് നമുക്ക് കയറാൻ. അവിടെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ വന്നല്ലേ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കയറി വന്ന ആൾക്കാരാണ് പോണത്. എടാ, മഴ പെയ്ത എന്താക്കും? ആ കുട എടുത്തിട്ടുണ്ട്. വലിയൊരു മഴക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് അവിടെ ക്ലൗഡ് കാണാൻ. ഗൈസ്, ഒരു കിടിലം വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഓ ഗോഡ്, ഏറെ വൈബ്. സൂര്യൻ പക്ഷെ ആക്ച്വലി അത്ര വലുപ്പം ഇല്ല. ഇതാണ് സൂര്യൻ്റെ വലുപ്പം. പക്ഷെ നൈസ് വ്യൂ അല്ലേ? ഇവിടുന്ന് ബാക്ക് നോക്കുകയാണെങ്കിലും അതിമനോഹരമായ വ്യൂ. വേറെ 2 കപ്പിൾസ്. സോ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലെത്താൻ. എടാ, അതിൻ്റെ ടോപ്പ് അല്ലാണ്ട് അതിൻ്റെ അവിടെ നിന്ന് ഇനിയും കയറാനുണ്ടോ? മീൻസ് കയറ്റല്ലല്ലോ, സൈഡിലേക്ക് പോകാനല്ലേ. നമ്മളങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്നും കയറി അവിടെ ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ഒരു സ്റ്റേജാണ് സുഹൃത്തുക്കളെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത്രയും ഭീകരമായ ഒരു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഭീമാകാരമായ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഭീമാകാരമായ പാറയുടെ സൈഡിലാണ്. ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ട്രക്കിംഗ് കുറച്ച് സീനാണ്. ബിക്കോസ് കണ്ടില്ലേ അമ്മേ, ഇപ്പം തന്നെ ഞാൻ പോയാനെ. അതായത് ഇങ്ങനെയുള്ള കുറച്ച് ചരൽ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ കിതച്ചിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇവിടെ നല്ല തണല്. വെയിൽ വരുന്നതിന് മുന്നേ ഇവിടേക്ക് കയറുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇന്നിപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സേഫ് ട്രക്കിംഗ് ആണ്. അല്ലെങ്കിൽ പാളിയാനെ. കൂടാതെ മയില്, കുയില്, കാക്ക തുടങ്ങിയിട്ടുള്ള നല്ല വിചിത്രമായ ജീവികളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ട്രക്കിങ്ങിനായിട്ട് ഒരു മൗണ്ടൻ, ഒരു ഹിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിലും കുറച്ച് കയറ്റം കയറി വേണം ബൈക്ക് എത്തുന്നോടം വരെ പോകാനായിട്ട്. പക്ഷേ പൂക്കുന്നുമല എന്ന് പറഞ്ഞിട്ടുള്ള ഈ മലയിലേക്ക് വരുന്ന സമയത്ത് നോർമലി ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയിലൂടെയാണ് ഈ ഹിൽ ടോപ്പിൻ്റെ അടിയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ്
ഒരു 100-200 മീറ്റേഴ്സ് നമ്മൾ ജസ്റ്റ് കയറുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ മുകളിലെത്തിയ ഫീലാണ്. ആ 200 മീറ്റേഴ്സ് മുകളിലെത്തിയിട്ട് മലയിൽ നമ്മൾ വ്യൂ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് വലിയ വ്യൂ തന്നെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഭീമാകാരമായ പാറയുടെ മുകൾ ഭാഗം. ഇവിടെ ഫുൾ ഇങ്ങനത്തെ പാറകളാണ്. മറ്റേ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ മാതിരി കുഴിവെല്ലാം ഉണ്ടാവുമോ? ഞാൻ വിളിക്കണ്ട് കുട്ടേട്ടാ എന്ന് പകരം യദൂട്ടാന്ന് വിളിക്കണ്ട്. എടാ അതിന്റെ മുകളിലേക്ക് എങ്ങനെ പോകും? ഇവിടെ കുറച്ച് റിസ്ക് ആണ്. ഇതിന്റെ മുകളിൽ കൂടെ അവിടെ പോകല്ലേ? ഞങ്ങൾ അവിടെ പോയിട്ട് നൈസായിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, ഞാനങ്ങനെ അഡ്വഞ്ചർ പരിപാടിയിലൂടെ അവിടെ നിന്ന് ഇവിടം വരെ കയറിയെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണം. ഇവിടുത്തെ ടോപ്പ് വ്യൂ. അയ്യവാ, അവിടെയൊക്കെ നോക്ക്, നല്ല ഇങ്ങനെ കോടമഞ്ഞ് പായ വിരിച്ചതുപോലെ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഈ പാറേൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കിടിലം കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സോ അത് ഞാനിവിടെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടുപോകുക. ഇവിടെ നല്ല കിടിലൻ എങ്ങോട്ട് വെച്ചാലും നല്ല ഫ്രെയിമിങ് ആയതുകൊണ്ട് നമുക്ക് കിടിലൻ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം എത്ര മണിയാടാ? 8 മണി. ഓക്കെ, അപ്പോൾ 8 മണിയായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്കൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ബെറ്റർ ആയിരിക്കും. ഓൾമോസ്റ്റ് ഫുൾ ട്രക്കിംഗ് പറയുകയാണെങ്കിൽ ഒരു 400-500 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബട്ട് അത് ഭയങ്കര കുത്തനുള്ള കയറ്റാണ്. പിന്നെ എവിടെ സുഖമില്ലാത്ത പിന്നെ മഴക്കാലത്ത് കോടുണ്ടാവാറുണ്ട് ഇവിടെ. ഇവനിവിടുത്തെ സ്ഥിരം കുറ്റിയ. എൻ്റെ അനിയനും ഇവനൊക്കെ ഇവിടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നതാണെന്ന് പറയും. ഇവർ രാത്രിയൊക്കെ കയറുന്ന എന്തിനാടാ? സോ നമ്മൾ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഓൾറെഡി ഇപ്പോൾ 6 മണിക്കും 7 മണിക്കൊക്കെ കയറിയ ടീംസ് മൊത്തം താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ്റെ ദൈവത്തെ പോലെ അവിടെ നിന്നിട്ട് മറ്റേ ഓറ ലൈറ്റൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരിക്കുന്ന എന്ത് നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. ഞങ്ങളിപ്പോൾ കയറി ഏകദേശം ഏറ്റവും ടോപ്പ് വ്യൂവിൽ എന്ന് എത്തിയെന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ അവിടെയുണ്ട്. ഓരോ ചെക്ക് പോയിന്റ് കഴിയുമ്പോഴും അടുത്തൊരു ടോപ്പ് ഹില്ലും കൂടെ കാണും. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് എന്ന് ഞാൻ വിളിക്കുന്നതാണ്. ഇവിടുത്തെ പേരൊന്നും ഇല്ല കേട്ടോ. ഒരു ബേസ് ഉണ്ട്. അതായത് ഓരോ സ്റ്റെപ്പ് ബേസ് പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് ബേസിൽ ഇവിടെ എത്തുമ്പോൾ ദോ കാണുന്നു അടുത്തൊരു ഹിൽ സ്റ്റേഷനും കൂടെ. പിന്നെ ഇവിടെ കയറുന്ന വഴി ഒരു എന്താ പറയുക, ഒരു നിരപ്പായ നല്ല വിജനമായ ഒരു ഗ്രൗണ്ട് പോലെ, ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ വീഡിയോയിലിട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ കണ്ട എന്താ പറയുക പായ വിരിച്ച പുല്ലുള്ളത് ദോ അവിടെയായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ എന്താണ് ഈ വയനാട്ടിൽ കാണുന്ന തേയിലത്തോട്ടം പോലുള്ള സ്ഥലത്തെത്തി. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് ഇവിടെ ഒന്ന് ഈ മരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതല്ല ആക്ച്വലി ഞാൻ കാണിക്കാൻ വിചാരിച്ചത്. ഇത് ഇവിടെ നോക്കിയപ്പോണ്ടല്ലോ നമ്മൾ ഈ എന്താ പറയുക ഈ ട്രിമ്മറിൽ ബ്ലേഡ് ഒഴിവാക്കിയിട്ട് ഈ തലേനെ നടുക്കൂടെ അങ്ങ് വരച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതേമാതിരിയുള്ളൊരു സാധനമാണ് ദേ ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഒരു റോഡും അല്ല, എന്താ പറയുക ഒരു വഴിയും അല്ല. പക്ഷേ അവിടെ ഫുൾ ഇങ്ങനെ ട്രിമ്മർ കൊണ്ട് ഇങ്ങനെ എടുത്ത മാതിരി ഒരു സാധനം. ഐ തിങ്ക് വി ആർ റീച്ച്ഡ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദ പൊക്കുന്നമല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഇനി തിരിച്ചിറങ്ങാമെന്നാണ്. സത്യം പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്. ഈ പറഞ്ഞ പോലെ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഒരു സേഫ്റ്റിക്ക് ഇങ്ങനെ കൊട പിടിച്ചതായിരുന്നു. അതായത് മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറ ഗാഡ്ജറ്റുകൾ ഈ പറഞ്ഞ ഫോണൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കൊട എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപകാരമായത് ഈ പറഞ്ഞ വെയിൽ വരുന്നതുകൊണ്ടാണ്. വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊട്ടക്കുന്നാണ് നല്ല വെയിലാണ്. പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊള്ളുന്ന വെയിലാണ് കേസ്. അതായത് കയറി നിൽക്കാൻ ഒരു മരം പോലും ഇല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇവിടെ കൊട ഉത്തമമാണ്. പിന്നെ ഞങ്ങൾ 2-2.5 ലിറ്റർ വെള്ളമായിട്ടാണ് മുകളിലേക്ക് കയറിയത്. 2-2.5 ലിറ്റർ വെള്ളം തീർന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 7:30 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയത്ത് 7:30. എന്നോട് അതിന് മുന്നേ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. 8
സംതിങ് 8:10 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ 1:30 മണിക്കൂറായി. ഇപ്പോൾ ഞങ്ങൾ ഫൈനലെത്തി. പിന്നെ ഞങ്ങളങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പതുക്കെ കയറിയോണ്ടാണ്. ഒറ്റയടിക്ക് കയറുന്ന അത്ര ട്രക്കിംഗ് അത്ര ഒരു ഗുഡ് എക്സ്പീരിയൻസ് അല്ല. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ട്, അടിപൊളി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട്. ഞാൻ ഈ വരുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒരു പെട്ടിക്കട കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് ഞാൻ കയറുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് അവിടെ നിന്ന് ഒരു മുട്ടായെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വൈബടിച്ച് പോകാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് ഈ പറഞ്ഞ പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന് കുറച്ച് നാണം. അപ്പോൾ അവൻ പറഞ്ഞു പിന്നെ വരുന്ന വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് നോക്കുന്ന സമയത്ത് ആ കടയാണെങ്കിൽ അടയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു കുപ്പി വെള്ളം പോലും എഴുതി. ഇപ്പോൾ താഴെ എത്തണം. പടച്ചോനെ വഴി എവിടെടാ? എനക്ക് വാ, അതിലൊരു വഴിയുണ്ട്, കയറിപ്പോവാ. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്ക്. നമുക്കിനി അവിടെ എത്തണം. അവിടെ എത്തിയാൽ പോരാ, അതിൻ്റെ താഴോട്ട് എത്തണം. എൻ്റെ മോനെ, ഇവിടെ കയറുമ്പോ ഭയങ്കര സിമ്പിളായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കുരിച്ചരള്. ഞാനിപ്പോ 2 പ്രാവശ്യം തെന്നി, ഇവനിപ്പോ 3ാമത്തെ പ്രാവശ്യം തെന്നാൻ പോയി. അതായത് ഒരുത്തൻ ട്രക്കിങ്ങിന് വരുമ്പോ ഇട്ട കോലാണ് ഇതുകൊണ്ടതാ ചെരുപ്പ്. എടാ ട്രക്കിങ്ങിന് വരുമ്പോൾ ഷൂട്ട് വരണം, ഷൂട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇറങ്ങിപ്പോണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ കയറിയത് എവിടെ നിന്നാണോ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഞാൻ മുകളിൽ നിന്ന്, അതായത് ഇവൻ പറഞ്ഞ് മീൻസ് ഐഫോണിൽ ഇപ്പം സ്റ്റെപ്പ് കൗണ്ടർ നമ്മൾ ഓൺ ആക്കാതെ തന്നെ ഫിറ്റ് ആപ്പിൽ നമ്മളത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഓൻ ജസ്റ്റ് നോക്കിയ സമയത്ത് 3500 സ്റ്റെപ്പൊക്കെ അതിനകത്ത് കാണാം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 3500 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2-2.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും, 2-3 കിലോമീറ്ററിന് ഓൾമോസ്റ്റ് എടുത്തുണ്ടാവും. അപ്പോൾ ഞാൻ 3 കിലോമീറ്റർ ട്രക്കൊക്കെ നമ്മൾ ചെയ്തോ? അത് അറ്റ്ലീസ്റ്റ് ഞാനങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കത് വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ടോപ്പ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ താഴെ വരെ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഞാൻ സ്റ്റെപ്പ് കൗണ്ടർ വെച്ച് നോക്കി. അപ്പോൾ നോക്കിയ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതായത് ടോട്ടലി ഞങ്ങൾ 40 മിനിറ്റാണ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. അതിനകത്ത് 2 കിലോമീറ്ററാണ് ഞങ്ങൾ നടന്നത്. 2972 സ്റ്റെപ്പാണ് നമ്മൾ വെച്ചത്. ഇതാണ് നമ്മൾ വന്നപ്പോൾ വഴി. ഇറങ്ങിയത് മാത്രം. ഇനി കയറിയതടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 സ്റ്റെപ്പ്. നമ്മളിപ്പോൾ ടോട്ടലി 6500 സ്റ്റെപ്പ് നടന്നു. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് ഉണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.